പഞ്ചായത്ത് മെമ്പർമാരോടാണ്. സ്കൂൾ തുറക്കുകയാണ്. നിങ്ങളുടെ വാർഡിലെ സ്കൂളിൽ തയ്യാറെടുപ്പുകൾ എന്തായി എന്നറിയാൻ ഒരു തവണയെങ്കിലും പോയിരുന്നോ? സ്കൂൾ അധികൃതർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിരുന്നോ? കുഞ്ഞുങ്ങൾ നടന്നു പോകുന്ന വഴികളുടെ വശങ്ങൾ കാട് പിടിച്ച് നിൽപ്പുണ്ടോ? ഉണ്ടെങ്കിൽ വാഹനങ്ങൾ വരുമ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? ആ കാടിനുള്ളിൽ വല്ല പാമ്പോ മറ്റോ കയറിയിരുന്നാൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വഴിയിൽ എവിടെയെങ്കിലും വെള്ളക്കെട്ടോ തെരുവ് നായ്ക്കൾ പതിവായി തമ്പടിക്കുന്ന സ്ഥലങ്ങളോ ഉണ്ടോ? വെള്ളക്കെട്ടിനുള്ളിലൂടെ കുട്ടികൾ എങ്ങനെ നടന്നു പോകും? അവരെ നായ്ക്കൾ ആക്രമിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? വഴിയരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളോ മതിലുകളോ ഉണ്ടോ? വഴിയിൽ കാട് പിടിച്ചതിനും വെള്ളം കിടക്കുന്നതിനും പട്ടികൾ കൂട്ടം കൂടുന്നതിനും മരം വീഴുന്നതിനുമൊക്കെ മെമ്പർ എന്തു ചെയ്യാനാണ്? അതിനൊക്കെ ഫണ്ട് വേണ്ടേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ കുട്ടികളുടെ മാതാപിതാക്കൾ കൂടെ വരാതിരിക്കുമോ? ഇനി അത് നടന്നില്ലെങ്കിൽ പണിക്കാരെ നിർത്തി ഈ ജോലി ചെയ്യിച്ചാൽ അതിനു വേണ്ടി വരുന്ന ചെറിയ വിഹിതം അവർ തരാതിരിക്കുമോ? നിങ്ങൾ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയാൽ വീഴാറായി നിൽക്കുന്ന മതിലും മരവുമൊക്കെ ഉടമസ്ഥർ നീക്കം ചെയ്യാതിരിക്കുമോ? ഇനി നടന്നില്ലെങ്കിലും ശ്രമിച്ചില്ലെന്ന് ആരും പറയില്ലല്ലോ. ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ മഴ തോരുന്ന സമയം നോക്കി ഇനിയും ശ്രമിക്കാവുന്നതേ ഉള്ളൂ. സ്കൂൾ തുറന്നു കഴിഞ്ഞാണെങ്കിലും കുഴപ്പമില്ല. വാർഡിലെ കുട്ടികൾക്ക് വോട്ടില്ലെങ്കിലും ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ സുരക്ഷയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്.